ആരിഫ് ഹുസൈൻ്റെ ലണ്ടൻ ഓട്ടം വളരെയധികം ചർച്ചയായി. കേരളത്തിൽ ഏകദേശം എല്ലാവരും അത് ചർച്ച ചെയ്തു. ഈവൻ മതവിശ്വാസികൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ആളുകളും അത് വളരെ രസകരമായി അതിനെ ട്രോൾ ചെയ്ത് കിട്ടും, അതിനെ പരിഹസിച്ചുകൊണ്ടൊക്കെ പല ആളുകൾ രംഗത്ത് വരുന്നുണ്ടായി. ഞാൻ പറയുന്നത് ഈവൻ നിരീശ്വരവാദികൾ പോലും പല രൂപത്തിൽ അതിനെ എടുത്തത് നമ്മൾ കണ്ടു. പല പ്രതികരണങ്ങൾ അതിൽ നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ പെട്ട ഒരു പ്രതികരണമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിരീശ്വരവാദിയായിട്ടുള്ള പ്രതീഷ് വാമദേവൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. അദ്ദേഹം ശരിക്കും മറ്റ് പല നിരീശ്വരവാദികൾ ഇതിനോട് പ്രതികരിച്ചൊരു രൂപം കൂടി അനലൈസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഈ ആരിഫിന് നല്ല ഒരു ഊക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നോക്കിക്കോ, ഈ മാനവിപക്ഷം എന്ന് പറയുന്ന യുക്തിവാദികളിൽ നിന്ന് ആരിഫിനെ സപ്പോർട്ട് ചെയ്യുകയും ആരിഫിനെ വെളുപ്പിക്കുന്ന ഈ പോസ്റ്റുകളും വ്യാഖ്യാനങ്ങളും വരുമെന്ന് ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ല. ഈ ആരിഫിൻ്റെ വീഡിയോ വന്ന് കുറച്ച് മണിക്കൂറുകളിലും തന്നെ നമ്മുടെ മാനവിപക്ഷം യുക്തിവാദത്തിൻ്റെ തലതൊട്ടപ്പനായ EA ജബ്ബാർ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഷാഫി മദബിൽ എന്താ പറയുന്നത്, മക്കളെ കല്യാണം കഴിക്കുക എന്നുള്ളതുണ്ട്. ആൻഡ് ഇത് മാത്രമല്ല, ഈ കേരളത്തിലെ മുസ്ലിങ്ങളെ നവോത്ഥാനം പഠിപ്പിക്കാൻ വേണ്ടി പുള്ളി എഴുതിയിട്ടുണ്ട്, കേരളത്തിലെ മുസ്ലിങ്ങൾ ഭൂരിഭാഗവും ഷാഫി മദബാണ് കേട്ടോ എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് സയനിസ്റ്റ് ഫണ്ടോടുകൂടി മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഇറങ്ങിയ ഒരു പൊട്ടൻ. അവൻ UK പോയി തേഞ്ഞൊട്ടുമ്പോൾ മാനവികപക്ഷം എന്ന് പറയുന്ന യുക്തിവാദികൾ അവർക്ക് കുട പിടിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുകയാണ്. എങ്ങനെയുണ്ട്? ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് നമ്മൾ അന്ന് ഡോക്കിൻസ് ബാധയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് നമുക്ക് വീണ്ടും പറയാനുള്ളത്. അപ്പോൾ ഇതിൽ അദ്ദേഹം അനലൈസ് ചെയ്യുന്നൊരു അതിലും ഫസ്റ്റ് മാനവിക പക്ഷം എന്താണെന്നുള്ളത് അറിയാത്ത എനിക്ക് നിരീശ്വരവാദികളിൽ ഒരു എല്ലാവരും ഇങ്ങനെ വെറുപ്രചരിക്കുന്നതിനിടയിൽ ചില ആളുകൾ വന്നു വേണ്ടി പറഞ്ഞു, ചില മനുഷ്യർ അവർ കുറച്ചധികം വെറുപ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് മുസ്ലിം സമുദായത്തിന്റെ ഇസ്ലാം ഫോബിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക്, സംഘപരിവാറിനൊക്കെ സഹായിക്കുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും വെറുപ്രചരിപ്പിക്കാൻ പാടില്ല. നമ്മള് ജസ്റ്റ് എന്ത് ചെയ്യുക, വിമർശനങ്ങൾ പറയുക എന്ന രീതിയിൽ മാത്രം നമ്മളെ ചർച്ചയും സംസാരമൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വന്നു. അപ്പോൾ അവർ മാനവികമായി ഈ തരത്തിൽ അല്ല, ഇതിൽ വേറൊരു കുറച്ചും കൂടി ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി വേറൊരു ഉദാഹരണം പറയാം. ഇപ്പം ഈ ആരിഫ് ഹുസൈൻ ലണ്ടൻ മണ്ടർ ഉണ്ടല്ലോ, അയാളാണ് ഈ വെറുപ്പ് പക്ഷം യുക്തിവാദി. ഓക്കെ, മാനവിപക്ഷം യുക്തിവാദി EA ജബ്ബാറൊക്കെയാണ്. ആരെയെന്നറിയോ? മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞു. വലിയ രീതിയിൽ, അതായത് നോർത്ത് ഇന്ത്യയിൽ ഒരു മുസ്ലിമിനെ പച്ചക്ക് കത്തിച്ചു കൊന്ന ഒരു സമയത്ത് ആ സമയത്ത് മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് എഴുതിയ ആളാണ് മാനവികപക്ഷം. മറ്റേത് പിന്നെ നമുക്ക് ഓൾറെഡി അറിയാലോ. അപ്പോൾ എന്താണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇവർ എന്ത് ചെയ്തു, ഇങ്ങനെ ഈ ലണ്ടൻ മണ്ടൻ പോയി അവിടെ പെട്ടു, ആകെ ചീഞ്ഞ് നാറി. അതിനുശേഷം ഇവരുടെ ഗ്രൂപ്പിൽ വന്ന ഡിസ്കഷനാണ് ഇപ്പം മറ്റേ ടീം വന്നിട്ട് ഇയാളെ വെളുപ്പിക്കുന്നു. ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഈ രണ്ടിലും പെടാത്ത ആളുകളാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ആളുകൾ നിരീശ്വരവാദികളുടെ ഇടയിലുണ്ട്. അവർ വെച്ചാൽ വെറുപ്രചരണവും അങ്ങനത്തെ വിഷയങ്ങൾക്കൊന്നും ഇടപെടാതെ നിരീശ്വരവാദം സംസാരിക്കാറുണ്ട്, വേറെ മതവിമർശനമൊക്കെ അവരുടെ ആസ്പെക്ട് ചെയ്യാറുണ്ട്. നമുക്ക് യോജിപ്പുള്ള ഇടപെടലുകളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷെ വെറുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അധികം ഇടപെടാറില്ല. അപ്പൊ അവര് ഈ രണ്ട് കൂട്ടരെയും കളിയാക്കി പറയാറിലാണ്. നിങ്ങളിപ്പോ ജബ്ബാർ പക്ഷം എന്ന് പറയുന്ന ആളുകളും ആക്ച്വലി ചെയ്യുന്ന വെറുപ്പ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വെറുപ്പ് പറയുന്നതിന് മുമ്പ് ഞങ്ങൾ മാനവികമായാണ് വെറുപ്പ് പറയുന്നത്, ഞങ്ങൾ സാഹോദര്യപരമായാണ് വെറുപ്പ് പറയുന്നത് എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോ വെറുപ്പ് പറച്ചിലിന്റെ മാനവിക പക്ഷം എന്ന് കളിയാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം അവർ പറയണമെന്നില്ല. കേരളത്തിൽ മാനവിപക്ഷ യുക്തിവാദം എന്ന് പറയുന്ന ഒരു യുക്തിവാദം ഇല്ല. മുസ്ലിം വിരുദ്ധ വംശീയതയും സംഘികൾക്ക് കുട പിടിക്കുന്ന രണ്ട് മൂവ്മെന്റുകളെ ഇവിടെ ഉള്ളൂ. ഒന്ന് ഗുഡ് കോപ്പും മറ്റേത് ബാഡ് കോപ്പുമാണ്. ഈ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു കുറ്റവാളിയെ ഇൻ്ററഗേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു, അപ്പോൾ ഒരു ബാഡ് കോപ്പ് ഉണ്ടായിരിക്കും. അവൻ വന്ന് ഭയങ്കര തെറിവിളിയും ഭയങ്കര ഇൻറ്റിമിഡേഷനും ഓവോട്ടായിട്ടുള്ള ഭീഷണിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഇവൻ്റെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളെ പേടിപ്പിച്ച് കാര്യം പറയിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവൻ പോയി കഴിഞ്ഞിട്ട് ഇവനൊരു ഗുഡ് കോപ്പ് വരും, മാന്യനായ ഒരു കോപ്പ് വന്നിട്ട്, ഞാൻ അവൻ്റെ കൂട്ടൊന്നും അല്ല കേട്ടോ, എനിക്ക് നിന്നെ സ്നേഹമാണ് കേട്ടോ, ഞാൻ നിൻ്റെ കൂടാണ്, പക്ഷേ നീ നമ്മളോട് സഹകരിക്കണം, ഇല്ലെങ്കിൽ അവൻ ഭയങ്കര മോശം കേട്ടോ, അവൻ്റെ കൂട്ടൊന്നും അല്ല ഞാനെന്ന് പറഞ്ഞാൽ എല്ലാം ടോളറേറ്റ് ചെയ്യും, അപ്പം നീ കാര്യങ്ങൾ പറ എന്ന് പറഞ്ഞു. ഈ രണ്ട് വ്യക്തികളും ഗുഡ് കോപ്പ് ആയാലും ബാഡ് കോപ്പ് ആയാലും ഒരേ സിസ്റ്റത്തിൻ്റെ ഒരേ കാര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഈ അക്യൂസ്ഡിനെ കൊണ്ട് കാര്യം സമ്മതിപ്പിക്കുക. അത് തന്നെയാണ് ഈ കേരളത്തിലെ യുക്തിവാദത്തിൽ നടക്കുന്നത്. നമ്മളുണ്ടാക്കിയൊരു മീം ഇതായിരുന്നു, ഈ ആരിഫ് ഹുസൈന് ഫണ്ട് മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ജബ്ബാർ മാഷ് ഇത് ഫ്രീയിൽ ചെയ്യുന്നു. ഈ ആരിഫിനേക്കാ മണ്ടനാണ് ജബ്ബാർ മാഷ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരിഫിന് കാശലും കിട്ടുന്നുണ്ട് ഈ മണ്ടത്തരം ചെയ്യുന്നതിനും വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിനും. അതായത് ഇവർ പറയുന്ന പോയിന്റ് വളരെ വാലിഡ്. അതായത് ആരിഫ് പൈസ വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, നേരിട്ട് തന്നെ വെറുപ്പ് പറയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വെറുപ്പ് പറയുന്നു. ആരിഫിന്റെ ഉദ്ദേശം എന്താണ്? മുസ്ലിങ്ങളെ ഡിമോണൈസ് ചെയ്യുക, ഡീഹ്യൂമനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതേ കാര്യം എന്ത് ചെയ്യുന്നു, ഞങ്ങൾ
മാനവികമായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മറ്റേ ടീം ഫണ്ട് വാങ്ങാതെ എന്ന് ആണ് പറയുന്നത്. ഏതായാലും അങ്ങനെ പറയുന്നു. ഇപ്പം ചില ആൾക്കാരൊക്കെ നിങ്ങൾ എത്ര വലിയ മണ്ടന്മാരാണ്, ഫണ്ട് പോലും കിട്ടുന്നില്ല. മാത്രമല്ല ഈ ജബ്ബാറിന് പത്മശ്രീ ഓഫർ വന്നല്ലോ, സംഘികളുടെ ഭാഗത്ത് നിന്ന് പത്മശ്രീ ഓഫർ വന്നപ്പം ജബ്ബാർ അത് നിരസിച്ചു എന്നുള്ളത് ഭയങ്കര സംഭവമായിട്ട് ചില ആൾക്കാർ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ എന്തായാലും പണി ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഒരേ പണിയാണ് ചെയ്യുന്നത്, വെറുപ്പുൽപാദനം എന്നുള്ള പണിയാണ് രണ്ടുപേരും ചെയ്യുന്നത്. അപ്പം മറ്റേ ചങ്ങായി എന്ത് ചെയ്യുന്നുണ്ട്, ഫണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നുണ്ട്. നിങ്ങൾ അതുപോലും ഇല്ല, ഒരു പത്മശ്രീ വന്നിട്ട് അതുപോലെ. കാരണം എന്താ, ഇവർക്ക് പത്മശ്രീ വാങ്ങാത്തത് ഭയങ്കരമായ ഇതുള്ളതുകൊണ്ടൊന്നല്ല, പൊതുസമൂഹത്തിൽ സംഘികളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു പത്മശ്രീയോ അല്ലെങ്കിൽ ഫണ്ടൊക്കെ വാങ്ങിയാൽ അത് മോശമാണ് എന്ന് പൊതുസമൂഹത്തിലുള്ള ഒരു ഇമേജിന് വേണ്ടി മാത്രമാണ് ഇവർ ചെയ്യുന്നത്. പത്മശ്രീ പല ആൾക്കാർക്കും കൊടുത്തിട്ട് പല രീതിയിലെ വില പോയിട്ടുണ്ട്. ഇതെങ്ങാ ഇയാൾക്ക് കൊടുത്തിട്ടാണെങ്കിൽ പത്മശ്രീന്റെ മൊത്തം വില പോയാൽ. അപ്പൊ ഏതായാലും ഇതാണ് അവസ്ഥ. അപ്പം ഇവർ പറയുന്നതാണ് രണ്ടു കൂട്ടരുടെയും ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് ഉദാഹരണം പറഞ്ഞത് വളരെ കൃത്യമാണ്. എന്ന് വെച്ചാൽ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണ്, അത് അവർ ചെയ്യുന്നത് ഒരേ പണിയാണ്. പക്ഷെ ഒരാൾ ഞാൻ നല്ലവനാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യും, മറ്റാൾ തെറി വിളിച്ചുകൊണ്ട് ചെയ്യും. ഇത് രണ്ടാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അത് ആരിഫിനെ പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ആരിഫ് ഖുറാനിലുണ്ടെന്ന് പറഞ്ഞു എന്നതാണ്. ആരിഫ് വേറൊരു ഗ്രന്ഥത്തിലുണ്ടെന്ന് എന്ന് പറയുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇവന്മാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്റ്റ് ശരിയല്ലായിരുന്നു എന്ന് മാത്രമാണ്. അല്ല, ഇതിൻ്റെ സോഷ്യൽ പ്രശ്നങ്ങളൊന്നുമല്ല ഇവരുടെ പ്രശ്നം. സാമൂഹികപരമായിട്ട് ഇത്തരം നറേറ്റീവുകൾ ഒരു വിഭാഗം മനുഷ്യർ ഇൻഫീരിയറാണ്, അവർക്ക് കൾച്ചറലി ഇൻഫീരിയറാണ്, അവർ ജനാധിപത്യത്തിൽ ചേരാൻ പറ്റാത്ത മനുഷ്യരാണ് എന്ന നറേറ്റീവിന് ഈ ആക്കം കൂട്ടുകയാണ് എന്നതല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ആരിഫ് ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഫാക്റ്റ് അല്ല കേട്ടോ, ഫാക്റ്റ് പറഞ്ഞില്ല എന്ന് മാത്രമാണ്. വേറൊരു മാനവികപക്ഷ യുക്തിവാദിയുടെ പോസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുക അവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്നാണ്. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ഓർമ്മ വന്നത് സിദ്ദിഖിൻ്റെ ഒരു മീമാണ്. എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തനെ ഇല്ലടാ. കലക്കും. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആരിഫ് ഇങ്ങനെ ചെയ്തു, ആരിഫ് നല്ലപോലെ പെർഫോം ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ ആരിഫിനേക്കാളും നല്ലൊരു പെർഫോമർ ആണ് എന്നതാണ്. അല്ല, രാഷ്ട്രീയത്തിലല്ല ഇവരുടെ ഈ ഒരു വ്യത്യാസം നിൽക്കുന്നത്. ആരിഫ് എന്ന വ്യക്തിക്ക് ഈ ഒരു ഫെയിമും സംഭവം കിട്ടുന്നതാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയിൽ മാത്രമാണ്. ഒന്ന് ഓവേർട്ടായിട്ട് കണ്ണി കാണുന്നവരെല്ലാം നീ മുക്കാലല്ലേടാ, നീ ജിഹാദി അല്ലേടാ, നീ മമ്മദോളി അല്ലേടാ എന്നൊക്കെ പറയും. ഇതാണ് അവൻ്റെ രീതി. ജബ്ബാർ മാഷ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് പറയത്തില്ല. മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളിൽ ഇങ്ങനെയാണ്, സംഘികളെ ഞാൻ വെറുക്കുന്നു, പക്ഷേ ഇസ്ലാം എന്നത് ലോകഭീഷണിയാണ്, ഇസ്ലാമിൻ്റെ ഈ മദ്ഹബിലെ ഇന്ന ചാപ്റ്ററിൽ ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ ലൈംഗികമായി പീഡിപ്പിക്കാമെന്നുണ്ട്, പക്ഷെ ഞാൻ മുസ്ലിങ്ങൾക്കെതിരല്ല കേട്ടോ. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ വ്യത്യാസം എന്ന് പറയുന്നത് ശ്രീജിത്ത് പണിക്കരും അതേപോലെ ശശികലയും തമ്മിലുള്ള വ്യത്യാസമാണ്. ശശികല ഡയറക്റ്റ് ഹിന്ദു ഉണരൂ എന്നിട്ട് പറയും, മറ്റേത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഹിന്ദു ഉണരേണ്ടത് അനിവാര്യമാണെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയും. അത്രേ ഉള്ളൂ വ്യത്യാസം. എന്ന് വെച്ചാൽ ഭാഷയിലാണ് വ്യത്യാസം, ആ പറയുന്ന പ്രസന്റേഷനിൽ മാത്രമാണ് വ്യത്യാസം. രണ്ടുപേരും ഒരേ കാര്യം പറയുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും ചെയ്യുന്ന എന്താണ്, നിരന്തരം 24 മണിക്കൂറും രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് പോലെ ഉറങ്ങുന്നത് വരേക്കും ഒരു സമുദായത്തെ എങ്ങനെ മോശമാക്കാം, ഒരു മതത്തെ എങ്ങനെ മോശമാക്കാം എന്ന് രണ്ടു കൂട്ടരും അതേ ചിന്തിക്കുന്നുള്ളൂ. ഒരുത്തൻ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ഫണ്ട് കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു യജമാനന്മാരോടുള്ള ഭക്തി കാണിക്കാൻ വേണ്ടി ഡയറക്റ്റ് അങ്ങോട്ട് പറയുന്നു. മറ്റേ ടീം അങ്ങനെയൊന്നല്ല, ഞാൻ മാനവികമായിട്ടാണ് വെറുപ്പ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു എന്നുള്ളതാണ്. സോഷ്യൽ ഇമ്പാക്ട് ഒന്നാണ് എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇയാൾ മറ്റേ മാനവിക വർഷത്തിൽ രണ്ടാമത്തെ ആളെ പോസ്റ്റ് ഇട്ടപ്പോൾ ശരിക്കും അതാണ് ഫീൽ ചെയ്ത്. ഇവർക്കുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ഞാനാവണമായിരുന്നു അവിടെ എന്ന് മാത്രമാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഇപ്പോൾ ഈ എന്താ പറയാ വെറുപ്പുപക്ഷം നിരീശ്വരവാദികളുണ്ടല്ലോ, അവരുടെ പല വിഷയങ്ങളും ട്രെൻഡിങ് ആവല്ലോ. ട്രെൻഡിങ് ആവുന്ന പറഞ്ഞാൽ കുപ്രസിദ്ധിയാണ്. ആ കുപ്രസിദ്ധിനെ കയറിപ്പോകുമ്പോൾ ഞാൻ അവിടെ എത്തിപ്പോയില്ലല്ലോ എന്നാണ് മാനവികപക്ഷത്തിലെ ചില ആൾക്കാരുടെ സങ്കടം. എനിക്കങ്ങനെ അറ്റൻഷൻ കിട്ടുന്നില്ലല്ലോ, എനിക്കങ്ങനെ ആകാൻ പറ്റുന്നില്ലല്ലോ. ആ ഒറ്റ വിഷമം കൊണ്ടാണ് പല സമയങ്ങളിലും ഇവർ മറ്റാൾക്കാരെ എതിർക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. വളരെ വിശദമായി തന്നെയുള്ള ഇത്തരം ചർച്ചകൾ ഇനിയും നമ്മൾ തുടരും. ഇൻഷാ അല്ലാഹ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും.